പേര് ലോക്കൽ റിസോഴ്സ് സെന്റർ, LRC, പ്രാദേശിക പഠന കേന്ദ്രമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അത് 720 ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 363 കുറച്ചാണ്. കാരണം എന്താ കാര്യം അറിയില്ല, അതുകൊണ്ടല്ല, അവിടെ ഒരാളെ വെച്ചിട്ടുണ്ട്, അവരെ ശമ്പളം കൊടുക്കണം, അത് കുറയ്ക്കണം, അത് വേണമെങ്കിൽ സംസ്ഥാന സർക്കാർ കൊടുക്കണമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളെ വെച്ചിട്ടുള്ള വർക്ക് വേണ്ട, സാലറി കൊടുക്കുന്നത് വേണ്ട, കേന്ദ്രം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഹെൽപ്പ് ചെയ്യുക, പക്ഷെ എന്ത് കൊടുക്കാൻ പറ്റില്ല, സാലറി കൊടുക്കാൻ ആൾ വയ്ക്കാൻ പറ്റും. അപ്പോൾ EVA കുറയ്ക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഒരു വിദ്യാകേന്ദ്രം കട്ടായി ഇത് പകുതിയായി. ലോക്കൽ റിസോഴ്സ് സെന്റർ, പ്രാദേശിക പ്രതിഭാ കേന്ദ്രം എന്നാണ് അതിന് പേര് തരുന്നത്. പ്രാദേശിക പ്രതിഭാ കേന്ദ്രം, ആ വാക്കിൽ തന്നെ ഉണ്ട് പ്രതിഭകൾ. അതിനകത്ത് നമ്മൾ ഒരുപാട് പ്രതിഭകളെ എന്ത് ചെയ്യുന്നുണ്ട്, വളർത്തുന്നുണ്ട്. അത് കോവിഡ് സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട്. മറ്റ് സ്റ്റേറ്റില്ല. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇന്നോവേറ്റീവ് ആക്ടിവിറ്റിയാണ് ഇത് രണ്ടും. ഒരു വിദ്യാ കേന്ദ്രം ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല. പ്രാദേശിക പ്രതിഭാ കേന്ദ്രം മറ്റ് സ്റ്റേറ്റിലും ഇല്ല. കേരളം ചോദിച്ചു കിട്ടി. ആ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഈ കോവിഡ് സമയത്ത് നമ്മൾ ഒരു ടെലിവിഷൻ കൊടുത്തു. നിങ്ങൾ അന്വേഷിച്ചോ? ആ ടെലിവിഷൻ ഉണ്ട്. ഇനി നമ്മൾ അതിന് പുറമെ ടെലിവിഷൻ കൊടുത്തു. കോവിഡ് സമയത്ത് എവിടെ എന്നറിയാമോ? പൊതു പഠന കേന്ദ്രങ്ങളായിട്ട് തിരഞ്ഞെടുത്ത ലൈബ്രറികളിലാണ്. അവിടെയൊക്കെ പാനലായിട്ട് നമുക്ക് കോവിഡ് സമയത്ത് ചെയ്യാൻ പറ്റി, ക്ലാസ്സുകൾ കാണിക്കാൻ പറ്റി. അത് വീട്ടിൽ TV ഇല്ലാത്ത കുട്ടി, മൊബൈൽ ഇല്ലാത്ത കുട്ടി, കറണ്ടില്ലാത്ത കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇത് ചെയ്തത്. മലപ്പുറം പോലുള്ള സ്ഥലത്ത് കറണ്ടില്ലാത്ത സ്ഥലത്ത് ഏത് കൊടുത്തിട്ടുണ്ട്? സോളാർ പാനൽ കൊടുത്തിട്ടാണ് കോവിഡ് സമയത്ത് എന്ത് ചെയ്തത്? ഇത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നിരവധി പ്രോജക്റ്റ്, എല്ലാം ഓരോ പ്രോജക്റ്റാണ്. ഓരോ പ്രോജക്റ്റ് ആ സമയത്ത് ചെയ്യുന്നു, ഇപ്പോഴത് ചെയ്യുന്നു. പക്ഷെ ഇപ്പം ചില തട്ടിപ്പതുകൊണ്ട് നമുക്ക് പേശുന്നുണ്ട്. ഇപ്പോൾ ഒറ്റ ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ എല്ലാ ഭാഗത്തും ചെയ്യണം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇടപെടാൻ പറ്റുന്നത് എന്ത് ചെയ്യുക? ഇടപെടുക. ഏതെങ്കിലും കുട്ടി അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ചെയ്യുക. പോലീസിനെല്ലാം ഏൽപ്പിക്കേണ്ടത് തൊട്ടടുത്ത സ്കൂളിലോ അതിനൊരു ഡ്രോപ്പുണ്ട്. ഈ ഡ്രോപ്പ് ഔട്ട് കുട്ടിയെ നമ്മൾ കണ്ടെത്തിയ ശേഷം, സർവേയിലൂടെ കണ്ടെത്തിയ ശേഷം 12 വയസ്സുള്ള കുട്ടിയാണ് കണ്ടെത്തിയത്. അവർ 1ാം ക്ലാസ്സിലാണ് എടുക്കുന്നത്. അല്ല, ഏജ് അപ്രോപ്രിയേറ്റ്, ഏജിനനുസരിച്ചിട്ടുള്ള ക്ലാസ് ചെയ്തു. അപ്പൊ 12 വയസ്സാകുമ്പോൾ അതിൻ്റെ കൂടെ 5 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 6 7 ഇരുത്തണം. അങ്ങനെ ഇരുത്തുമ്പോൾ അവന് 6ാം ക്ലാസ് വരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബ്രിഡ്ജ് ചെയ്യണം. അതാണ് വേറെ സെന്റർ ഉണ്ട്, STC, സ്പെഷ്യൽ ട്രെയിനിങ് സെന്റർ. ഈ 3 സെന്ററും ഉണ്ട് ഈ കേരളത്തിൽ, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ചിലർക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല, പറ്റിയതാണ്. കോവിഡ് സമയത്ത് കുട്ടികളിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് ലാബ്സ് കൊടുത്തിട്ടുണ്ട്. അതാ കുട്ടികൾ നല്ല സ്കൂളുകളിൽ തിരിച്ചു അവരറിയുകയാണ് നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും. ഒരുപക്ഷെ നിങ്ങൾ ഒരു കളർ ചോദിച്ചാൽ നിരന്തരം ഓൺലൈനിൽ വരുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് തന്നെ കൺഫ്യൂഷനാവും, നമുക്ക് ഏത് കളറാണ് ഇഷ്ടം. പച്ച ഇഷ്ടമാണ്, മഞ്ഞ ഇഷ്ടമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് മാർക്കറ്റിന് കൂടുതലാണ്. ഇതാണ് നടന്നു വരുന്നത്. ഇത്രയേറെ മാറ്റം സംഭവിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ജീവിതം നമ്മൾ അറിയാതെ ആരോ നിയന്ത്രിക്കുക. ഒരു ഉദാഹരണം പറയട്ടെ. നമ്മളിപ്പോൾ കടയിൽ പോകുന്നു. ഇപ്പോൾ ഇയാൾ ചുരിദാർ ഇട്ടിരിക്കുന്നു, ഫോമിൽ നല്ല സാരി കൊടുത്തിട്ടുണ്ട്, ഇയാൾ വേറൊരു പാൻറ്റും കുർത്ത ഇട്ടിട്ടുണ്ട്. നമ്മൾ കടയിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡ്രസ്സ് എടുക്കുന്നു. നമ്മൾ അവരോട് പറയും, ഇപ്പോഴത്തെ ഫാഷനല്ല, ഇത് പഴയ ഫാഷൻ. ഞാൻ ഉൾപ്പെടെ ഇത് പഴയ ടൈപ്പ് സാരിയാണ്, ഇത് വേണ്ട, ഈ ചുരിദാർ, ഈ ടോപ്പ് ശരിയല്ല, ഇത് പഴയ ടൈപ്പാണ്. നിങ്ങളെ ആരെ പഠിപ്പിച്ചത്? നിങ്ങൾ ഫാഷൻ ടെക്നോളജി ക്ലാസ്സിൽ പോകുന്നില്ല. നിങ്ങൾ ഈ മഹിളാ സമിതിയിലെ ഈ കുഞ്ഞുങ്ങളുടെ വിഷമവും പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങളെ ആരെ അതൊക്കെ പഠിപ്പിച്ചത്? ഇപ്പോൾ സ്ത്രീകളുടെ ഡ്രസ്സിന്റെ രീതി എങ്ങനെയാണ്? പെൺകുട്ടികളുടെ കൂടി പോയപ്പോഴേ നിങ്ങളുടെ ഫീഡ്ബാക്കിൽ അത് വരുമായിരിക്കും. പക്ഷേ ഈ സെഷനിൽ കൂടി പോയപ്പോൾ നമ്മുടെ മനസ്സിൽ കത്തിയ 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇന്നലെ മധുചൻ സാർ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. നമ്മുടെ അറിവും നമ്മുടെ വിശ്വാസവും തമ്മിലുള്ള പരസ്പര ബന്ധമില്ലായ്മ, അല്ലേ? വിശ്വാസം ഒരു സ്ഥലത്ത് നമ്മളെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ നമ്മൾ നേടുന്ന അറിവ് നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ്. അപ്പോൾ ഇത് തമ്മിൽ നമ്മളോട് ക്ലാരിറ്റി വരുത്തേണ്ട ഒരു ആവശ്യകത നല്ല ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കി. പലപ്പോഴും എനിക്ക് തോന്നി, അത് കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചെന്താ വെച്ചാൽ, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരുടെ മനസ്സിലൊരു സംഘർഷം ഉണ്ടാകാൻ അത് ഒരാശയ സംഘർഷത്തിന് അത് കാരണമായിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അത് കുറച്ചുകൂടെ നമ്മളതിനെ ഫൈൻ ചെയ്ത് കൂടുതൽ വായിച്ച് പോകുമ്പോൾ മാത്രമേ
സാറ് പറഞ്ഞ രീതിയിൽ ഉള്ളിലേക്ക് കടക്കുള്ളൂ. പിന്നെ സമയമെടുക്കും പെട്ടെന്ന് നടക്കുന്നില്ല. പിന്നെ രണ്ടാമത് നമ്മൾ ഇപ്പോൾ ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ നമ്മുടെ കാലിൽ കിടക്കുന്ന ചങ്ങല നമ്മൾ അറിയില്ല. എപ്പോഴും ചങ്ങല ഉണ്ടെന്ന് അറിയുന്നത് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് ചങ്ങല പുറകിലോട്ട് വലിക്കുന്നത്. ഇന്നലെ സാർ പറഞ്ഞില്ലേ, നമ്മൾ ഒഴുക്കിനൊത്തു പോകുമ്പോൾ നമുക്ക് പ്രതിബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ചങ്ങല കാലിലുണ്ട് എന്നും നമ്മൾ കുറേ കാര്യങ്ങളാൽ കെട്ടപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ കെട്ടുകൾ അഴിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ നടക്കണം. നമ്മൾ വെളിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ ബോബി പറഞ്ഞൊരു കാര്യമുണ്ട്, ചെരുപ്പ് വെളിയിലിട്ട് നടക്കും. ജെൻഡറിൻ്റെ ചെരുപ്പ് നമ്മൾ വെളിയിലിടും, പക്ഷെ വീട്ടിലേക്ക് കയറുമ്പോൾ സ്റ്റെപ്പിൽ ഊരി വെച്ചിട്ട് അകത്ത് ചെല്ലുമ്പോൾ അവിടെ ജെൻഡറും ഇല്ല, ഒന്നുമില്ല, അല്ലേ? അതുപോലെ നമ്മൾ കൺസീവ് ചെയ്യുന്ന ആശയങ്ങളിലുണ്ട്. കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ റീലേൺ ചെയ്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാൽ അൺലേൺ എന്ന് പറഞ്ഞിട്ടൊരു കുടുംബശ്രീയിലൊക്കെ ആൾക്കാർ നന്നായിട്ട് നൃത്തം ചെയ്യുന്നതൊക്കെ കാണുന്നില്ല, അതാണ് അൺലേണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ പറയും, നമ്മുടെ ഫീൽഡിൽ സ്ത്രീകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകളോട് എപ്പോഴെങ്കിലും ചോദിക്കണം, നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ എന്തെല്ലാം കഴിവുള്ളവരായിരുന്നു ഒരു 17 വയസ്സിന് മുമ്പ്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിന് മുൻപ്. ആ അൺലേണിങ് എന്ന് പറയുന്നതാണ് അവരുടെ എംപവർമെൻറ്റിൻ്റെ ഏറ്റവും ബേസ്. അതിനെ തട്ടിയെടുക്കുമ്പോഴാണ് അവർ സ്വതന്ത്രരാകുന്നത്. അപ്പോൾ നമ്മുടെ ഈ അന്തർദേശീയ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ, ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പാർവതി ദേവി നമ്മളോട് സംസാരിച്ചു. എന്തായാലും ഭംഗിയായിരുന്നു. നമുക്ക് ഇതിനേക്കാളും നല്ല പരിശീലനങ്ങൾ ഭാവിയിലും നടത്താം എന്ന് ഞാൻ പറഞ്ഞു. ഏതായാലും ഇവിടെ പാർവതി ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾക്ക് ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ വല്ലാതെ അഡിക്റ്റ് ആയതിൻ്റെ സാമൂഹ്യ വിപത്തുകൾ കൂടിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ കാലത്ത് രാത്രി നല്ല യേശുദാസിൻ്റെയൊക്കെ പാട്ട് കേട്ട് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഉറങ്ങാൻ പോകുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിന് ഇങ്ങനെ സന്തോഷം പകർന്നുകൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മനസ്സിനുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും അതിജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മാത്രം സൂക്ഷിച്ചാൽ പറ്റില്ല എന്നുള്ളൊരു ലോകത്വമാണ് കേട്ടോ. വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ സൂക്ഷിച്ച് ഓടിക്കും, 40-ന് താഴെ പോവുള്ളൂ. അയാൾക്കാണ് ആദ്യത്തെ ആക്സിഡന്റ് പറ്റുക. എന്താ കാരണം? എതിരെ വരണം 150 കിലോമീറ്ററിലല്ലേ വരണേ. അങ്ങനെ വരുന്ന ഒരു സമൂഹത്തിലും നമുക്ക് കുറച്ചൊക്കെ സന്തോഷകരവും ആനന്ദകരവും, എല്ലാം പ്രയാസം, ശമ്പളമില്ല, നാളെ ചെന്നാൽ എന്താവും, ഉമേഷ് സാർ പറഞ്ഞു ഉടൻ കിട്ടുമെന്ന്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ധാരാളം ഉള്ളപ്പോഴും ഒരു മനസ്സിന്റെ കോണിലെ ഒരു സന്തോഷം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ഭാഗമായ ഒരു പഴയ പാട്ട് പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പണ്ട് കോളേജിൽ കാലത്ത് പാടുന്ന പാട്ടാണ് ഈ. ഞാൻ ഇന്നത്തെ കാലത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ചെറുപ്പക്കാരോട് പറയും, നമ്മുടെയൊക്കെ തലമുറയുടെ സമയത്തും നമുക്കൊക്കെ പ്രണയം ഉണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് പ്രണയം ഉണ്ടായിരുന്നു. അത് ഗീത എന്ന് പറഞ്ഞ ഒരാൾ ആയിരുന്നെങ്കിൽ ഗീത പോയപ്പോഴും എന്നെ 1-2 ദിവസമൊക്കെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ശാന്ത എന്ന് പറയുന്ന അടുത്ത പ്രണയിനിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായും അത് മാറുകയും പ്രണയത്തെ വളരെ ആസ്വാദകരമായി എടുത്തുകൊണ്ട് അത് ജീവിതത്തിൽ വളരെ സന്തോഷകരവും അനുഭൂതികരവുമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാക്കിയിരുന്ന ഒരു കാലത്ത് നിന്നും ഇന്ന് വന്നപ്പോൾ ആ ഗീത ഒന്ന് പിണങ്ങിയാൽ അപ്പോൾ തന്നെ അവൻ ആസിഡ് കൊണ്ടുവന്ന് മുഖത്തൊഴിക്കുന്നു എങ്കിൽ അതിനെ പ്രണയം എന്നല്ല പറയാ, മറ്റെന്തോ ആണ് എന്ന് പറയുന്ന ആ ലോകത്ത് അന്നെപ്പോഴോ പാടിയിരുന്ന പാട്ട് വീണ്ടും പാടുന്നു എന്ന് മാത്രം. ഇവിടെ ഗീതയോ കോമതിയോ ശാന്തയോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ, ഞാനിങ്ങനെ ഒരു പേര് പറഞ്ഞു. പാട്ട് ഇല്ല, എല്ലാവരും കേട്ടു, ആർക്കും വേണ്ടി പാടിയതല്ല. അതിന്നും പാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇന്നും അതൊന്നും അവസാനിച്ചിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി ഹിമശൈല സൈകത ഭൂമിയിലിന്നു നീ പ്രണയപ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിത ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. നിമിഷങ്ങൾ തൻ കൈക്കൂടന്നയിൽ നീയൊരു നീലാഞ്ചന തീർത്ഥമായി
പുരുഷാന്തരങ്ങളെ കോൾമയിൽ കൊള്ളിക്കും പീയൂഷവാഹിനിയായി എന്നെ എനിക്കു തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി ബോധമബോധമായി മാറും ലഹരിതൻ ശ്വേതപരാഗമായി മാറി കാലം ഘനീഭൂതമായി നിൽക്കുമക്കരെ കാണാക്കയങ്ങളിലൂടെ എങ്ങോട്ടു പോയി ഞാൻ എൻ്റെ സ്മൃതികളിൽ നിങ്ങൾ വരില്ലയോ കൂടെ നിങ്ങൾ വരില്ലയോ കൂടെ ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു അതിഗൂഢ സുസ്മിത ഉള്ള